ഫർദറായിട്ട് ഇതുവരെ ഒരു പ്ലാനും ഇല്ല. എന്താ ഇതിനൊരു പോസിറ്റീവായിട്ടൊരു ഡിസിഷൻ വരും എന്നാണ് ഞങ്ങൾ വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിനോടകം ഞാനൊന്നും കോൺടാക്ട് ചെയ്തിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ബാക്കിയുള്ള കമ്പനീസിനെയൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരൊക്കെ ഇതൊരു മുതലെടുക്കുന്ന പോലാണ് നമുക്കും തോന്നുന്നത്. കാര്യം 25,000 രൂപ സാലറി വാങ്ങുന്ന ഒരു കാൻഡിഡേറ്റ് വിളിക്കുമ്പോൾ അവർ 24 തരത്തുള്ളൂ, അല്ലെങ്കിൽ 25 തന്നെ തരത്തുള്ളൂ, അതിൽ നിന്ന് 1 രൂപ പോലും കൂട്ടിത്തരില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ചിലര് കോറോ ഹെൽത്തിൽ നിന്നാന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലും വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. ഈ കമ്പനിയിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, നിലവിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഇതുവരെയും. അപ്ലൈ ചെയ്ത ഫ്രണ്ട്സ് പറഞ്ഞതാണ്, നല്ല ബുദ്ധിമുട്ടുണ്ട്. കോറോ ഹെൽത്തിൽ നിന്നാന്ന് പറയുമ്പോൾ അവരത് ചൂഷണം ചെയ്യുക എന്നുള്ളൊരു ഇതിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഈ കോമ്പൻസേഷൻ എമൗണ്ടുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് 3 മാസത്തെ സാലറി കോമ്പൻസേഷൻ എമൗണ്ടായി തരണമെന്നാണ് നിയമം, പക്ഷെ അങ്ങനെയല്ല തന്നതെന്നുള്ളൊരു വാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പൊ കോമ്പൻസേഷൻ എമൗണ്ട് ആയിട്ട് അവർ തന്നേക്കും. ഞാനിപ്പോ നോട്ടീസ് പേപ്പർ ഇടുകയെന്ന് വെച്ചോ, സപ്പോസ് ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും ആദ്യം അവർ പറഞ്ഞത് 2 months നോട്ടീസ് പീരീഡ് ആണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഇവര് സഡൻ ആയിട്ട് ഇപ്പൊ ഈ അടുത്തായിട്ടാണ് അത് 1 month ആക്കിയത്. ചിലപ്പം മേ ബി ഇവർ ഓൾറെഡി ഇത് പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നത് കൊണ്ടായിരിക്കും. അപ്പം ആ ഒരു 1 month നോട്ടീസ് പീരീഡ് എമൗണ്ടും പിന്നെ ഒരു മന്തിലെ സാലറിയും ഇതൊക്കെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഇവര് 3 month കോമ്പൻസേഷൻ എങ്ങനെയാ തന്നേന്നുള്ളതും എനിക്ക് അറിയില്ല, അതിന്റെ ഡീറ്റെയിൽസും അറിയില്ല. പിന്നെ അവർ പറഞ്ഞ എമൗണ്ടിൽ നിന്നും ഞാൻ നോക്കിയപ്പോൾ ഒരു $1,000 അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോമ്പൻസേഷൻ അല്ല ഇവിടുത്തെ ചർച്ച. ഞങ്ങൾക്ക് കോമ്പൻസേഷൻ അല്ല, ഞങ്ങൾക്ക് ജോലിയാണ് വേണ്ടുന്നത്. കോമ്പൻസേഷൻ ഒരു പ്രശ്നമേ അല്ല, ജോലി വേണം. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയുണ്ട്. ഗവൺമെന്റിൽ നമ്മൾ ആ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. കാര്യം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഇപ്പൊ ഞാനും ചർച്ചയിലൊക്കെ ഇരുന്ന ഒരാളാണ്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും എനിക്ക് മനസ്സിലായത് കമ്പനി ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല, കമ്പനി ഒന്നും പ്രോപ്പറായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ച എല്ലാ ഉടമ്പടികളും അവർ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്, കമ്പനി അതെല്ലാം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വരുമോ എന്ന കാര്യത്തിൽ തന്നെ ഒരു ഉറപ്പുണ്ടോ? അത് അറിയില്ല. 10-ാം തീയതി എന്തായാലും അവർ വരുമെന്നാണ് പറയുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളും പോകുന്നത്. എന്തായാലും 10th വരെ നോക്കട്ടെ എന്നാണ്. സർക്കാരിനോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ? സർക്കാരിനോട് ഞങ്ങൾക്ക് ജോലി അഷ്വർ ചെയ്യുക, അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ആവശ്യപ്പെടാനില്ല. ഇതിനകത്ത് പ്രോപ്പറായിട്ട് നടപടിയെടുക്കുക, ജോലി അഷ്വർ ചെയ്യുക. ഇനി കേരളത്തിലായിക്കോട്ടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ ഇങ്ങനെ ഒരു പ്രശ്നം വരരുത്. നിലവിൽ കമ്പനി അത് ഉണ്ടാക്കിയ ഒരു ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്താണ്? നമ്മൾ 10-ാം തീയതിയിലത്തെ ആ ഡേറ്റിലാണ് നോക്കുന്നത്. കമ്പനി റെപ്രസെന്റേറ്റീവ്സ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെങ്കിൽ എല്ലാവരും നമുക്ക് കൂടെ നിന്ന് അതിന് എന്തെങ്കിലും ഒരു നമ്മളുടെ ഫേവറിൽ അല്ലെങ്കിൽ ഇവിടെ റീഓപ്പൺ ചെയ്യാൻ സഹായിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മോസ്റ്റ്ലി സർക്കാർ തലത്തിലുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ലാസ്റ്റ് ഹോപ്പ് എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൽ ഇടപെട്ടപ്പം അവർ കമ്പനി അതിന് സപ്പോർട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ബാക്കി എന്താണെന്ന് അറിയില്ല, ബ്ലാങ്ക് ആണ് ഫുള്ളായിട്ട്. സർക്കാർ സംവിധാനങ്ങളും MLA ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയുടെ ഉണ്ടാക്കിയ ധാരണയാണ് അത്. വെള്ളിയാഴ്ച ഉണ്ടാക്കിയതായാലും തിങ്കളാഴ്ച ഉണ്ടാക്കിയ ധാരണയായാലും എല്ലാം തെറ്റിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് ഇതിനകത്ത് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഭയങ്കര സങ്കടകരമായ കാര്യം. നമ്മൾ ഇത്രയും വർഷങ്ങൾ ഇവിടെ ഈ കോറോ ഹെൽത്തിൽ ഞാൻ കയറിയിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളം ആവുന്നുണ്ട്. അപ്പോൾ അത്രയും നാൾ നമ്മൾ അവരുടെ എംപ്ലോയി ആയിരുന്നു. അപ്പം ഗവൺമെന്റ് ഇങ്ങനൊരു പ്രശ്നം വന്നു, ഗവൺമെന്റ് ഇടപെട്ടു, അല്ലെങ്കിൽ പ്രതിനിധികൾ സംസാരിച്ചു. അപ്പോൾ അവർ നമുക്ക് ഇവിടെ കയറി ഇരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാം, വർക്ക് ഉണ്ടാവത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അതെല്ലാം അവർ ഒന്നും എല്ലാം നെഗറ്റീവായിട്ടാണ് വന്നേക്കുന്നത് നമുക്ക്. ഇപ്പം നമ്മൾ പക്ഷേ രാവിലെ എല്ലാ ദിവസവും വന്നു, ലേബർ കമ്മീഷണറും അല്ലെങ്കിൽ അവരുടെ ഓഫീസേഴ്സ് നാളെ വരും, നമ്മൾ സൈൻ ഇടും, കുറച്ചു നേരം ഇവിടെ നിൽക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ വരും, എന്നിട്ട് അങ്ങനെ പോവുക ചെയ്യുന്നത്. ഇപ്പം ഇന്ന് ഇത്രയും ദിവസമായിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിനോട് എന്താണ് ആവശ്യപ്പെടാനുള്ളത്? ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇതിൽ ഇടപെട്ട് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം കൊണ്ടുവരണമെന്നാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന മീറ്റിംഗ് സക്സസ്ഫുൾ ആവാനും അല്ലെങ്കിൽ കമ്പനിയുടെ നിലനിർത്താനും അല്ലെങ്കിൽ നമുക്കവിടെ റീഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാനും അങ്ങനൊരു തീരുമാനം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്.